നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഞാൻ വേറൊരു വേറൊരു രീതിയിൽ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും കൂടെ റെഫർ ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് എംപ്ലോയിക്ക് വേണ്ടി നടത്താൻ വേണ്ടിയിട്ട് ടു എൻഹാൻസ് ദർ നോളജ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. അതുപോലെ ഇത്രയും കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഞാൻ നേരത്തെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഡെഫിനിഷൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്യുന്നത്? ടു സ്റ്റഡി സ്റ്റാഫ് നീഡ്സ് ത്രൂ വേരിയസ് മെത്തേഡ്സ്. നമ്മൾ സ്റ്റാഫിൻ്റെ നീഡ്സ് എന്ത് ചെയ്യാം, സ്റ്റഡി ചെയ്യാം വേരിയസ് മെത്തേഡ്സിലൂടെ. അതുപോലെ തന്നെ മിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാനുള്ള ഗോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രോഗ്രാം എന്ന് പറയുന്നത്, ഈ ഒരു ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഷുഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പം ഈ ഗോൾസിനനുസരിച്ച് എന്താണ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ എത്ര നേരം കോഴ്സ് ഓഫ് ആക്ഷൻ റിക്വയർഡ് ടു മീറ്റ് ദ ഒബ്ജക്റ്റീവ്സ്, ആ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ഷൻസ് വേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. പിന്നെ എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണ്, ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് അവൈലബിൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. പിന്നെ എസ്റ്റിമേറ്റ് ബഡ്ജറ്റ് ഫോർ ദ പ്രോഗ്രാം. അതുപോലെ തന്നെ എന്താണ് ഇവാലുവേഷൻ റിസൾട്ട്. അപ്പം ബഡ്ജറ്റൊക്കെ സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ പ്രോഗ്രാം നടത്തി. ഇനി അടുത്തത് ഇവാലുവേഷൻ ഓഫ് റിസൾട്ട് ഓഫ് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാം നടത്തി കഴിഞ്ഞ ശേഷം അതിൻ്റെ ഇവാലുവേഷൻ ഓഫ് റിസൾട്ട് എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം പ്ലാൻ ചെയ്യണം. പിന്നെ സ്റ്റാഫ് അസിസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെക്യൂർ ചെയ്യണം. പിന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. ഇത്രയും കാര്യമാണ് നമ്മൾ മെയിൻ പോയിന്റ്സ് ടു കൺസിഡർ വൈൽ പ്ലാനിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഒരു ഇൻ സർവീസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓർ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ടു ബി ഡോട്ടഡ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് സ്റ്റാഫിൻ്റെ നീഡ് നമ്മൾ അസസ് ചെയ്യണം ത്രൂ വേരിയസ് മെത്തേഡ്സ്. പിന്നെ ആ നീഡ്സ് അസസ് ചെയ്തതിനനുസരിച്ച് ഓർഗനൈസേഷൻ്റെ മിഷൻ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ ഗോൾസ് സെറ്റ് ചെയ്യണം. ആ ഗോൾസിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, പ്രോഗ്രാം ഗോൾസിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉള്ള ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇനി ആ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്താനുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ തീരുമാനിക്കണം. പിന്നെ ആ കോഴ്സ് ഓഫ് ആക്ഷന് ശേഷമുള്ള മെറ്റീരിയൽസ്, എന്തൊക്കെ റിസോഴ്സസ് ആണ് ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ചെയ്യേണ്ടത്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്രോഗ്രാമിന് വേണ്ടി കോഴ്സ് ഓഫ് ആക്ഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ബഡ്ജറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. പിന്നെ പ്ലാൻ ഫോർ ദ ഇവാലുവേഷൻ ഓഫ് റിസൾട്ട് ആഫ്റ്റർ ദ പ്രോഗ്രാം കംപ്ലീഷൻ. പിന്നെ ഒരു സ്റ്റാഫിനെ നമ്മൾ സെക്യൂർ ചെയ്യണം. പിന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാനിങ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്രോഗ്രാം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്? ഈ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനും അഡൽട്ട് ലേണിങ്ങിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഉണ്ട്. രണ്ട് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യണം, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഇത്രയും ഫോളോ ചെയ്യണം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ റിയൽ പ്രോബ്ലംസ്. നമ്മൾ സ്റ്റാഫ്സിൻ്റെ ഇടയിലുള്ള റിയൽ പ്രോബ്ലംസ് ഫസ്റ്റ് അസസ് ചെയ്യുക. ആ അസസ് ചെയ്തതിനനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള റിയൽ പ്രോബ്ലംസ് നമുക്ക് കിട്ടും. ആ പ്രോബ്ലംസിനനുസരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്പിംഗ് എ ഇൻ സർവീസ് പ്രോഗ്രാം ആണ്. ഫസ്റ്റ് ബേസ്ഡ് ഓൺ റിയൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഫസ്റ്റ് സ്റ്റാഫിൽ നിന്ന് അസസ് ചെയ്തിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർക്കുള്ളത്, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പ്ലാനിങ്, ക്ലിയർ ആയിട്ടുള്ള സ്പെസിഫിക് പ്ലാനിങ് വേണം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ ഡെവലപ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ആ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഓർഗനൈസ് ചെയ്യാനും ഡെവലപ്മെന്റ് ചെയ്യാനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ വേണം. നെക്സ്റ്റ് ഫ്ലെക്സിബിൾ അപ്രോച്ച് ആയിരിക്കണം. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ അപ്രോച്ച് ആയിരിക്കണം ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഫോക്കസ്ഡ്, സിംഗിൾ പ്രോബ്ലം. അതായത് നമ്മളിപ്പോൾ സ്റ്റാഫിൻ്റെ അടുത്ത് അസസിങ് നടത്തുന്ന സമയത്ത് കുറേ പ്രോബ്ലംസ് സ്റ്റാഫിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇൻ സർവീസ് എഡ്യൂക്കേഷൻ നടത്തുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് നടത്താൻ പാടുള്ളൂ. സോ മെനി തിങ്സ് അറ്റ് എ ടൈം ഈസ് നോട്ട് അലൗഡ്. നെക്സ്റ്റ് റിലവൻ്റ് എന്ന് വെച്ചാൽ കറൻ്റ്ലി റിലവൻ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് റിലവൻ്റ് ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കണം ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. മൂവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സിമ്പിൾ നിന്ന് കോംപ്ലക്സ് സിറ്റുവേഷൻസിലേക്ക് വേണം ഈ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ നടത്താനായിട്ട്. പിന്നെ സയൻറ്റിഫിക് അപ്രോച്ച്, കുറേ സയൻറ്റിഫിക് അപ്രോച്ചസ് ഉണ്ട്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണ് ഫോക്കസ്ഡ് ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നൊക്കെ, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതേപോലെ തന്നെ സയൻറ്റിഫിക് അപ്രോച്ചും കൂടി ആയിരിക്കണം പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.
ഞാൻ പറഞ്ഞില്ലേ ക്ലിയർ ആൻഡ് സ്പെസിഫിക് പ്ലാനിങ് വേണം, അതുപോലെ തന്നെ സയന്റിഫിക് അപ്രോച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യാനായിട്ട്. പാർട്ടിസിപ്പൻറ്റ് ഫോക്കസ്ഡ് ആയിരിക്കണം, അതായത് ആരാണ് പാർട്ടിസിപ്പൻസ് അവരുടെ ഇന്റലക്ച്വൽ ലെവൽ, എഡ്യൂക്കേഷൻ ലെവൽ, ഇന്റലക്ച്വലും എഡ്യൂക്കേഷൻ ലെവൽസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട്. അപ്പോൾ വന്ന ലോവർ സെഷൻ അല്ലെങ്കിൽ ലോവർ സ്റ്റാഫ്സിനെയൊക്കെ നമ്മൾ ഹൈ സ്റ്റാൻഡേർഡ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ അവരുടെ ഇന്റലക്ച്വൽ ആൻഡ് എഡ്യൂക്കേഷൻ ലെവൽസിനനുസരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, പാർട്ടിസിപ്പൻറ്റ് ഫോക്കസ്ഡ് ആയിട്ട് വേണം നടത്താനായിട്ട്. പിന്നെ അക്കാഡമിക് നീഡ് അനുസരിച്ച് ഇപ്പോൾ ഒരു ഗ്രേഡ് 1 സ്റ്റാഫാണ് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പോയി സർജറിയുടെ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യങ്ങളോ അങ്ങനെയൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എഡ്യൂക്കേഷണൽ നീഡ്സ് അല്ലെങ്കിൽ അക്കാഡമിക് നീഡ്സ് ഓഫ് ദ എംപ്ലോയിക്ക് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദ നീഡ് അനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ റിയൽ പ്രോബ്ലംസിനനുസരിച്ചായിരിക്കണം. പ്ലാനിങ് വേണം, ഫോക്കസ്ഡ് ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, പിന്നെ എന്തായിരിക്കണം, റിലവൻ്റ് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, സയന്റിഫിക് അപ്രോച്ച് ആയിരിക്കണം, ബേസ്ഡ് ഓൺ ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്, പാർട്ടിസിപ്പൻറ്റ് ഫോക്കസ് ആൻഡ് ബേസ്ഡ് ഓൺ ദ അക്കാഡമിക് നീഡ്. നെക്സ്റ്റ് സ്റ്റെപ്സ് ഓഫ് ദ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നമുക്ക് മെയിൻ ആയിട്ട് 4 സ്റ്റെപ്പാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലുള്ളത്. അസസ്മെന്റ്, ഡിസൈൻ ആൻഡ് പ്ലാൻ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. ഫസ്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റെപ്പാണ്. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ പ്രൈമറി സ്റ്റെപ്പാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി, പ്രൊഫഷണൽ ആൻഡ് ലേണിംഗ് നീഡ്സ്, കമ്മ്യൂണിറ്റി നീഡ്സും പ്രൊഫഷണൽ നീഡ്സും ലേണിംഗ് നീഡ്സും നമ്മൾ എന്ത് ചെയ്യും, അസസ് ചെയ്യും. എന്നിട്ട് അവരിൽ നിന്ന് മാക്സിമം നോളജ് ഗ്യാദർ ചെയ്യും. പാർട്ടിസിപ്പൻസിന്റെ എൻട്രി ലെവൽ, അവർ നോളജ്, അവരുടെ സ്കിൽസ്, അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ട്രെയിനിങ് വേണ്ടത്, ട്രെയിനിങ് ഡിസയേഴ്സ്, അതുപോലെ തന്നെ അവരുടെ എക്സ്പെക്ടേഷൻ, എംപ്ലോയിയുടെ എക്സ്പെക്ടേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഗ്യാദർ ചെയ്യും. ആദ്യം നമ്മൾ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ പ്രൊഫഷണൽ ആൻഡ് ലേണിംഗ് നീഡ്സ് നമ്മൾ അസസ് ചെയ്യും. അതിനുശേഷം ഈ പാർട്ടിസിപ്പൻറ്റിന്റെ എൻട്രി ലെവൽ, അവരുടെ എഡ്യൂക്കേഷൻ നോളജ്, സ്കിൽസ്, ട്രെയിനിങ് നീഡ്സ്, എക്സ്പെക്ടേഷൻസ് ഒക്കെ നമ്മൾ ഗ്യാദർ ചെയ്യും. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യും. എന്നിട്ട് നമുക്ക് എംപ്ലോയീസിൽ നിന്ന് എന്ത് ചെയ്യണം, അസസ്മെന്റ് ചെയ്യണം അല്ലേ. അപ്പം എംപ്ലോയിൽ നിന്ന് ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺടാക്റ്റിംഗ്, എംപ്ലോയിയുടെ പേഴ്സണാലിറ്റിയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ സർവീസ് കണ്ടക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അനലൈസിങ് റെക്കോർഡ്സ് ത്രൂ ദ ഇവാലുവേഷനിലൂടെ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഇവാലുവേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ വഴി, പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ റെക്കോർഡ് ആൻഡ് റെക്കോർഡ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത് വഴി, അല്ലെന്നുണ്ടെങ്കിൽ സർവീസ് കണ്ടക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ പേഴ്സൺ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും കുറച്ചുകൂടെ നീഡ് അസസ്മെന്റ് നടത്തുന്നത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നീഡ്സ് കിട്ടി, ആ ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നീഡ്സ് എന്താണ് ഡിസൈഡ് ചെയ്യുന്നു. എന്നിട്ട് നീഡ്സിനനുസരിച്ച് ഗോൾസും ഒബ്ജക്റ്റീവ്സും ഡെവലപ്പ് ചെയ്യുന്നു, ആൻഡ് ക്രൈറ്റീരിയ ഫോർ ദ ഇവാലുവേഷൻ. അപ്പോൾ പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ്സും ഗോൾസും ഡെവലപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. ഇതാണ് അസസ്മെന്റ് എന്നുള്ള സ്റ്റെപ്പിനകത്തുള്ളത്. നെക്സ്റ്റ് ഡിസൈൻ ആൻഡ് പ്ലാനിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഇവിടെ സെറ്റ് ചെയ്തതിനു ശേഷം ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. പിന്നെ കണ്ടന്റ്, ആ ഒരു പ്രോഗ്രാമിന്റെ കണ്ടന്റ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നു. എന്തൊക്കെ ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നു. നെക്സ്റ്റ് ഓർഗനൈസർ ആണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒബ്ജക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്യേണ്ടതും പ്രോഗ്രാം ഷെഡ്യൂൾസ് ഒക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്, നമ്മുടെ ഓർഗനൈസർ ആണ്. പിന്നെ ഓർഗനൈസറിന് വേറൊരു പണിയും കൂടെ ഉണ്ട്, ടൈം ആൻഡ് വെന്യൂ കൂടെ കണ്ടുപിടിക്കണം, തീരുമാനിക്കണം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഒന്ന് ഫൈനലൈസ് ചെയ്യണം, പിന്നെ എന്താണ് ടൈം ആൻഡ് വെന്യൂ ഒന്ന് സെറ്റ് ആക്കണം, പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ, ടൈം, വെന്യൂ, പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ, ഒബ്ജക്റ്റീവ്സ് ഫൈനലൈസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സും ഡെവലപ്പ് ചെയ്യേണ്ടത് എത്രയാണ് ഓർഗനൈസറിന്റെ പണി. അപ്പോൾ ഓർഗനൈസർ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, മനസ്സിലായോ. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ടീച്ചിങ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, ടീച്ചിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കണ്ടന്റ് ഒക്കെ നമ്മൾ ഫൈനലൈസ് ചെയ്യണം. പിന്നെ ഉള്ളത് ഓർഗനൈസറിന്റെ പണിയാണ്. ഓർഗനൈസർ എന്തൊക്കെ ചെയ്യണം, വെന്യൂ പ്ലാൻ ചെയ്യണം, ടൈം പ്ലാൻ ചെയ്യണം, ഡ്യൂറേഷൻ പ്ലാൻ ചെയ്യണം, അതുപോലെ തന്നെ എന്താണ് പ്രോഗ്രാമിന്റെ സ്കെഡ്യൂൾ പ്ലാൻ ചെയ്യണം, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രോഗ്രാം സ്കെഡ്യൂളൊക്കെ നോക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് വേണം നോക്കാനായിട്ട്. ബിഹേവിയർ, കോഗ്നിറ്റീവ് ആൻഡ് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച്. ബിഹേവിയർ അപ്രോച്ച്, കോഗ്നിറ്റീവ് അപ്രോച്ച് ആൻഡ് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് വേണം ലേണിംഗ് ഒബ്ജക്റ്റീവ്സും പ്രോഗ്രാം സ്കെഡ്യൂളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്, അതുപോലെ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട്. എന്തൊക്കെയാണ്, ഒന്നാമതെന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് അപ്രോച്ച് എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് റീകോൾ ചെയ്യുന്നു, പാസ്റ്റ് എക്സ്പീരിയൻസിനെ ഒന്ന് അപ്ലൈ ചെയ്യുന്നു. പണ്ടത്തെ കാര്യങ്ങളാണ് എല്ലാം കോഗ്നിറ്റീവിനകത്ത് ചെയ്യുന്നത്, റീകോൾ ചെയ്യുന്നു, പാസ്റ്റ് എക്സ്പീരിയൻസിനെ അപ്ലൈ ചെയ്യുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ക്യൂരിയോസിറ്റി എന്നത് ഹ്യൂമാനിസ്റ്റിക് മനുഷ്യരിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഹ്യൂമാനിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടിസിപ്പൻസിൽ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ട്രെയിനിങ് സൈക്കോമോട്ടർ സ്കിൽസ്, അതായത് നമുക്ക് എന്താണ്
നമുക്ക് പ്രാക്ടിക്കലി ആവശ്യമുള്ള സൈക്കോമോട്ടർ സ്കിൽസ് ഇല്ലേ അതൊക്കെ ട്രെയിൻ ചെയ്തെടുക്കുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, പണ്ട് പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യുന്നു, പണ്ട് പഠിച്ച എക്സ്പീരിയൻസിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നു, പിന്നെന്താണ് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നു, പിന്നെ പുതിയ പുതിയ ട്രെയിനിങ് ആയിട്ടുള്ള സൈക്കോമോട്ടർ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഓർഗനൈസർ നമ്മൾ പറഞ്ഞായിരുന്നു ടൈമും വെന്യൂ ഒക്കെ ഫിക്സ് ചെയ്യും, പ്രോഗ്രാം ഒക്കെ സ്കെഡ്യൂൾ ചെയ്യും, അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ടൈം വെന്യൂ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്, അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റീസ് അഡിക്കേറ്റ് ആണോ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ബേസിക് നീഡ്സിനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഒക്കെ അഡിക്കേറ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ നമ്മളൊരു റിസോഴ്സ് പേഴ്സണെ സെറ്റ് ആക്കണം, പിന്നെ റിസോഴ്സ് മെറ്റീരിയൽസിനെ സെറ്റ് ആക്കണം. ഓക്കെ, റിസോഴ്സ് പേഴ്സണെ സെറ്റ് ആക്കണം, റിസോഴ്സ് മെറ്റീരിയൽസിനെ സെറ്റ് ആക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ലേണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യാനും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ഈ പ്രോഗ്രാമിനെ ഇംപ്ലിമെന്റ് ചെയ്യാനും റിസോഴ്സ് പേഴ്സണും റിസോഴ്സ് മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പോൾ ഇവരെയൊക്കെ സെറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ് എന്ത് ഡിസൈൻ ആൻഡ് പ്ലാനിങ്ങിനകത്തുള്ളത്. നെക്സ്റ്റ് ഇംപ്ലിമെന്റേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് ഫേസ് ആണ് എന്ത് ഇംപ്ലിമെന്റേഷൻ ഫേസ്. പക്ഷെ ആദ്യമേ നമ്മൾ കയറി അങ്ങ് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ ആക്ച്വൽ ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് എന്താണ് ഫേസിന് മുന്നേ നമ്മൾ ഒരു കാര്യം ചെയ്യണം, എന്താണ് എല്ലാ പ്രീ റിക്വസൈറ്റ് പ്രിപ്പറേഷൻസും സെറ്റ് ആക്കി വെക്കണം. എന്തൊക്കെയാണ് പ്രീ റിക്വസൈറ്റ്, നമ്മൾ നേരത്തെ ആദ്യം ഒരു ഒബ്ജക്റ്റീവ്സും ഗോൾസും ഡെവലപ്പ് ചെയ്തായിരുന്നു, പിന്നെ ആ ഒബ്ജക്റ്റീവ്സും ഗോൾസും സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സെറ്റ് ചെയ്ത ഗോൾസ്, ആ ഒരു ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡെവലപ്ഡ് ആണോ, ഡെവലപ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്, ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഫിസിക്കൽ ഫെസിലിറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വെന്യൂ ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ, ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ സെറ്റ് ആക്കി വെക്കുക. പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മീഡിയാസും മെറ്റീരിയൽസും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ എൻഷുർ ചെയ്തിട്ട് എന്ത് ചെയ്യാവുള്ളൂ, നെക്സ്റ്റ് ഉള്ള ഇംപ്ലിമെന്റേഷനിലേക്ക് കടക്കാവുള്ളൂ. അപ്പോൾ എന്താണ്, ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ആക്കി വെക്കുന്നു, പിന്നെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു, പിന്നെ എന്തൊക്കെയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മീഡിയാസും മെറ്റീരിയൽസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെക്കുന്നു. എന്നിട്ട് ഈ ട്രെയിനേഴ്സ് ഉണ്ടല്ലോ, ഏതൊക്കെ ട്രെയിനേഴ്സ് ആണ് അവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത് അല്ലെങ്കിൽ അവിടെ ട്രെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ വെൽ ഇൻ അഡ്വാൻസ് എന്തിരിക്കണം, അവരുടെ അടുത്ത് ഇൻഫോം ചെയ്തിരിക്കണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം, നമ്മൾ ഈ ഐഡന്റിഫൈ ചെയ്ത മെറ്റീരിയൽസും മീഡിയാസും ഒക്കെ ഇല്ലേ അവരെ എന്ത് ചെയ്യണം, റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെയൊക്കെ റെഡിയാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ഒരു കാര്യം ഉറപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ എന്ത് ഓരോ സെഷൻസും എക്സിക്യൂട്ട് ചെയ്യണം. കാരണം ഗോൾസ് ഓഫ് ദ ആ ഒരു പ്രോഗ്രാം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഓരോ ടീച്ചിങ് സെഷൻസ്, നമ്മൾ ട്രെയിനിങ് സെഷൻസ് കണ്ടക്ട് ചെയ്യത്തില്ലേ, അത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഒറ്റ ദിവസം കൊണ്ട് മാത്രമാണെന്നില്ല, ദിവസങ്ങളാകാം, ആഴ്ചകളാകാം, മാസങ്ങളൊന്നും എടുക്കത്തില്ലായിരിക്കും, ലോങ് ഷോർട്ട് ടേം ആണത്. അപ്പോൾ നമ്മൾ മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡൽട്ട് ലേണിംഗ് ഞാൻ പറയാം. അപ്പോൾ അഡൽട്ട് ലേണിംഗിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം ഓരോ ട്രെയിനിങ് സെഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് പറഞ്ഞു, അതുകൂടാതെ അഡൽട്ട് ലേണിംഗിനും കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഏകദേശമൊക്കെ സെയിം തന്നെയാണ്, എന്നാലും അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. നെക്സ്റ്റ് എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെ അടുത്തും ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും ഗോൾസിനെ കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ പ്രീ ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. പിന്നെ എന്താണ് ഓറിയൻറ്റേഷൻ, ജസ്റ്റ് ഒരു ഓറിയൻറ്റേഷൻ ഒക്കെ കൊടുക്കുക. പിന്നെ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് ബിഫോർ ദ പ്രോഗ്രാം സ്റ്റാർട്ടിങ് ആൻഡ് ആഫ്റ്റർ ദ പ്രോഗ്രാം എൻഡ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ പ്രീ ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് റെസ്പെക്റ്റീവ്ലി നടത്തുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ലാസ്റ്റ് ആ ഒരു ദിവസത്തെ ട്രെയിനിങ് അവസാനിക്കുന്ന സമയത്ത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നെക്സ്റ്റ് ഡേയിലെ സെഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇനി എന്തെങ്കിലും സ്കെഡ്യൂളിനകത്ത് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ ഇൻഫോം ചെയ്യുക. ഇനി പിറ്റേ ദിവസം ആകുമ്പോൾ എവറി നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യണം, പ്രീവിയസ് ഡേയിലെ ക്ലാസ്സസ് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതാണ് ഇംപ്ലിമെന്റേഷൻ ഫേസ്. നെക്സ്റ്റ് ഇവാലുവേഷൻ ഫേസിൽ എന്തായിരിക്കും, ഇവാലുവേഷൻ ഫേസിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ചാൽ എക്സ്റ്റെൻഡ് ടു വിച്ച് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഓഫ് ദ പ്രോഗ്രാം ആർ മീറ്റ്. അതായത് എത്രത്തോളം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഒബ്ജക്റ്റീവ്സും ഗോൾസും ആ പ്രോഗ്രാമിനെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്. ഇവാലുവേഷനിലൂടെ നമുക്ക് 3 രീതിയിലുള്ള ഇവാലുവേഷൻ നടത്താം: ഫോർമേറ്റീവ്, സമ്മേറ്റീവ് ആൻഡ് പ്രോസസ് ഇവാലുവേഷൻ. ഈ 3 ഇവാലുവേഷനിലൂടെയാണ് നമ്മൾ ഈ എത്ര എക്സ്റ്റെൻഡ് പ്രോഗ്രാമിൻ്റെ ഗോൾസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫീഡ്ബാക്കിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് നിന്ന് നമുക്ക് പിന്നെ അവർ ഇവാലുവേഷൻ ഫീഡ്ബാക്ക് ചിലപ്പോൾ തരുമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കോർഡിനേറ്ററാണ്. എന്നിട്ട് കോർഡിനേറ്റർ എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാമിനെ കുറിച്ചും പ്രോഗ്രാം റിവ്യൂവിനെ കുറിച്ചും അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ ഫീഡ്ബാക്കിനെ കുറിച്ചും ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കോർഡിനേറ്റർ കൊടുത്തിരിക്കണം. അപ്പോൾ ഈ ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും
അങ്ങനെയാണ് ഈ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ ഇവാലുവേഷൻ മെയിനായിട്ട് നടത്തുന്നത് എന്തിനാണ്? എക്സ്റ്റെൻഡ് വിച്ച് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആർ മീറ്റ്. പിന്നെ നമുക്ക് 3 രീതിയിലാണ്. എങ്ങനെയാണ്? ഫോർമേറ്റീവ്, സമ്മേറ്റീവ് ആൻഡ് പ്രോസസ് ഇവാലുവേഷനിലൂടെ നമുക്ക് ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പ്രീ ആൻഡ് പോസ്റ്റ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഫീഡ്ബാക്കിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കോർഡിനേറ്റർ എന്തിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണം? പ്രോഗ്രാമിനെക്കുറിച്ചും പ്രോഗ്രാമിൻ്റെ ഫീഡ്ബാക്കിനെക്കുറിച്ചും പ്രോഗ്രാമിൻ്റെ റിവ്യൂവിനെ കുറിച്ചും അതുപോലെ തന്നെ പെർഫോമൻസ് ഫീഡ്ബാക്കിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം. പിന്നെ ഇവാലുവേഷൻ എന്തിനാണ് നമ്മൾ നടത്തുന്നത്? ഇവാലുവേഷൻ ആ ഒരു പ്രോഗ്രാം എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതിനകത്ത് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഈ പ്രോഗ്രാമിനകത്തുണ്ടോ അത് ഫ്യൂച്ചർ പ്രോഗ്രാംസിലേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങളാണ് ഇവാലുവേഷൻ. അപ്പോൾ ഇത്രയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ സ്റ്റെപ്സ്. ആദ്യം അസസ്മെൻറ്റ് നടത്തി, പിന്നെ പ്ലാനിങ് ആൻഡ് ഡിസൈൻ നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തു, ഡിസൈനൊക്കെ ചെയ്തു, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത്, ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞ് ഇവാലുവേഷൻ ഫേസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സ്ട്രാറ്റജീസ് ടു പ്രൊമോട്ട് പാർട്ടിസിപ്പേഷൻ ഇൻ സർവീസ് പ്രോഗ്രാം. ഞങ്ങൾ ഒരു ഇൻ സർവീസ് പ്രോഗ്രാം നടത്തിയായിരുന്നു. നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റൻസിനും ഗ്രേഡ് 2 സ്റ്റാഫിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻ സർവീസ് എഡ്യൂക്കേഷൻ നടത്തി. പക്ഷേ ഞങ്ങൾ ഒരു 100-150 ആൾക്കാരെ വിളിച്ചെങ്കിലും ഒരു 5-10 പേരെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടായിരിക്കും? അവർക്ക് അതിൻ്റെ ഒരു ആവശ്യകതയും കാര്യങ്ങളൊക്കെ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രാറ്റജീസ് ടു പ്രൊമോട്ട് പാർട്ടിസിപ്പേഷൻ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യണം. എന്തൊക്കെയായിരിക്കും നമുക്ക് മെയിനായിട്ടുള്ള സ്ട്രാറ്റജീസ്? അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് 4 സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് അവരുടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ആ ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ ഏത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തിയാലും എന്ത് ചെയ്യുക? എല്ലാ ആൾക്കാരെയും അറിയിക്കുക. ഓക്കെ. നെക്സ്റ്റ് അഡിക്വേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ആ ഒരു ഓരോ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ എയിംസിനെയും ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചുള്ള അഡിക്വേറ്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്താണ്? ഒരു അവയർനെസ് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സ്റ്റാഫിൻ്റെ ഓൾ ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യുക. അതായത് ഈച്ച് സ്റ്റെപ്പിൻ്റെ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്രോഗ്രാം അതിലൊക്കെ എന്ത് ചെയ്യണം? സ്റ്റാഫിനെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ നീഡ് മനസ്സിലാവും. ആ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ നീഡ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ യൂസ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നീഡ് ഓഫ് ദ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അത് റെക്കഗ്നൈസ് ചെയ്യുക അവരിൽ. അതുപോലെ തന്നെ ഇത് മാൻഡേറ്ററി ആക്കാം. അതായത് ഈ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഹെൽത്ത് പ്രൊഫഷണൽസിന് ഒരു ലൈസൻഷ്യർ കിട്ടത്തുള്ളൂ. അത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? എല്ലാവരും വന്ന് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം വന്ന് അറ്റൻഡ് ചെയ്യില്ലേ? അപ്പോൾ അത് എന്താണ്? അങ്ങനെ ഒരു നമുക്ക് മോട്ടിവേഷൻ നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ മസ്റ്റ് ബി മാൻഡേറ്ററി ഫോർ റിന്യൂവിങ് ദ ലൈസൻഷ്യർ ഓഫ് ദ ഹെൽത്ത് പ്രൊഫഷണൽസിന് ലൈസൻഷ്യർ റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനകത്ത് അറ്റൻഡ് ചെയ്ത് മാൻഡേറ്ററി ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവർ കുറച്ചുകൂടെ ആ ഒരു മോട്ടിവേഷനിലേക്ക് ചെയ്തോളും. നെക്സ്റ്റ് റിവാർഡ് സിസ്റ്റം. റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? റിവാർഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറേ ക്രെഡിറ്റ്സ്, ഇൻ സർവീസ് എഡ്യൂക്കേഷണൽ ക്രെഡിറ്റ്സ് കിട്ടും. ആ ക്രെഡിറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? പെർഫോമൻസ് അപ്രൈസലിലേക്കും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ 4 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പ് അവയർനെസ്, ഇൻവോൾവ് ഓൾ ദ സ്റ്റാഫ് ഇൻ ഓൾ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ യൂസ് മോട്ടിവേഷൻ, റിവാർഡ് സിസ്റ്റം. ഈ 4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ പറ്റും ആൾക്കാരെ കൊണ്ട്. അപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ആദ്യമേ പറയുന്നത് വെൽ പ്ലാൻഡ് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ സെറ്റാക്കി വെക്കണം. പിന്നെ എന്താണ്? ഓർഗനൈസേഷണൽ ഫിലോസഫിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കിയെടുക്കുക. ആ പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ ചെയ്ത പോലെ നീഡ്സ് ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, വെൽഫെയർ മെഷേഴ്സ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നെക്സ്റ്റ് റോൾ ഓഫ് എ നഴ്സ് മാനേജർ ഇൻ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ആസ് എ നഴ്സ് മാനേജർ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ എംപ്ലോയീസിൻ്റെ നീഡ്സ് എന്താണ് അസസ് ചെയ്യണം. ഇത് തന്നെയാണ് അങ്ങോട്ടും തന്നെയും പിന്നെയും പറയുന്നത്. നീഡ്സ് അസസ് ചെയ്തതിന് ശേഷം എന്താണ്? ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ആക്കണം. ഗോൾസും ഒബ്ജക്റ്റീവ്സും സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് പഠിപ്പിക്കുന്നത് നമ്മൾ തീരുമാനിക്കണം അല്ലേ? എന്നിട്ട് എന്താണ് പഠിപ്പിക്കേണ്ടതെന്നുള്ളത് കണ്ടന്റും അതിൻ്റെ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ്, അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കേണ്ടത്, എന്താണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഇത്രയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള മെറ്റീരിയലും മാൻ പവറും അത് കൊടുക്കാൻ ആൾക്കാർ വേണമല്ലോ. അത് പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കാൻ വേണ്ടി മെറ്റീരിയൽസ് വേണമല്ലോ. അപ്പോൾ മെറ്റീരിയൽസ് ആൻഡ് മാൻ പവർ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അതിനുശേഷം എംപ്ലോയീസിലെ പുതിയ സ്കിൽസും ഇൻഫർമേഷൻസും ഒക്കെ പഠിക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക. ആദ്യം നമ്മൾ അവരുടെ ലേണിംഗ് നീഡ്സ് അസസ് ചെയ്യുക, ഗോൾസ് ഒബ്ജക്റ്റീവ് സെറ്റ് ആക്കുക, പിന്നെ കണ്ടന്റും അതുപോലെ തന്നെ ലേണിംഗ് ആക്ടിവിറ്റീസും സെറ്റ് ആക്കി വെക്കുക, മാൻ പവറും പിന്നെ മെറ്റീരിയൽസും സെറ്റ് ആക്കി വെക്കുക. അതിനുശേഷം എംപ്ലോയീസിനെ എന്ത് ചെയ്യാം? മാക്സിമം
പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരെ എംപ്ലോയീസിന് മാക്സിമം അവരുടെ ഇൻഫർമേഷൻസും സ്കിൽസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം. ഒരു നഴ്സ് മാനേജറിന് എന്തൊക്കെയായിട്ട് റോളുണ്ട്? റിസോഴ്സ് പേഴ്സൺ, അല്ലെങ്കിൽ സൂപ്പർവൈസർ, അല്ലെങ്കിൽ കൗൺസിലർ, അല്ലെങ്കിൽ ഇവാലുവേറ്റർ, അല്ലെങ്കിൽ ഓർഗനൈസർ, അല്ലെങ്കിൽ എന്താണ് മോട്ടിവേറ്റർ. ഇത്രയും റോൾസ് നഴ്സ് മാനേജേഴ്സിന് ഉണ്ട്. മനസ്സിലായോ? നമ്മൾ നേരത്തെ ഓർഗനൈസറിന്റെ പണി പറഞ്ഞായിരുന്നല്ലോ, വെന്യൂ പ്ലാൻ ചെയ്യുന്ന കാര്യം, ടൈം ഡിസൈഡ് ചെയ്യുന്ന കാര്യം, സ്കെഡ്യൂൾ ചെയ്യുന്ന കാര്യം ഒക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇതൊക്കെ ആരോ ചെയ്യേണ്ട? നഴ്സ് മാനേജറാണ്. നഴ്സ് മാനേജർ ഒരു ഓർഗനൈസർ ആണ്, റിസോഴ്സ് പേഴ്സൺ ആണ്, സൂപ്പർവൈസർ ആണ്, അതുപോലെ തന്നെ ഇവാലുവേറ്റർ ആണ്, കൗൺസിലർ ആണ്, മോട്ടിവേറ്റർ ആണ്. നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു നമുക്ക് പൈസ വേണ്ടേ? അപ്പൊ ബഡ്ജറ്റിന്റെ പ്ലാനിങ്ങിന് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അത് സെറ്റാക്കി വെക്കുക. നെക്സ്റ്റ് പ്രോപ്പർ അറേഞ്ച്മെന്റ് നീഡ്സ് ടു ബി ഡൺ ഫോർ ദ വെൽഫെയർ മെഷേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള പ്രോപ്പർ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഷേഴ്സും മെത്തേഡ്സും എടുക്കാം. ഈ റിസൾട്ടിന് ഈ ഒരു പ്രോഗ്രാമിന്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അവരെ നീഡ് അസസ് ചെയ്തു. രണ്ടാമത് എന്ത് ചെയ്തു? ഗോൾസ് ഒബ്ജക്റ്റീവ്സ് സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിപ്പിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അതിന്റെ കണ്ടന്റ് മെറ്റീരിയൽസ് നമ്മൾ സെറ്റാക്കി. കണ്ടന്റ് മെറ്റീരിയൽസ് സെറ്റാക്കിയാൽ പോരല്ലോ, അത് പഠിപ്പിക്കാൻ ആള് വേണ്ടേ? അപ്പൊ മാൻ പവറും എന്താണ് മാൻ പവറും പിന്നെന്താണ് മാൻ പവറും മെറ്റീരിയൽസും സെറ്റാക്കി വെച്ചു. ഓക്കെ, അപ്പൊ കണ്ടന്റും ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസും ആണ് മാൻ പവറും മെറ്റീരിയൽസും നമ്മൾ സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് എംപ്ലോയീസിന് അവരുടെ എന്താണ് ഇൻഫോർമേഷൻസും സ്കിൽസും ഒക്കെ ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ റോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് ഓർത്തു. അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് പൈസ ഇല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്താണ് വെൽഫെയർ ആക്ടിവിറ്റീസ് സെറ്റാക്കണം എന്നുള്ളത്. അപ്പോൾ വെൽഫെയർ ആക്ടിവിറ്റീസ് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോപ്പർ മെഷേഴ്സ് ഒക്കെ സെറ്റാക്കി വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ആസ് എ നഴ്സ് മാനേജർ നമ്മുടെ റോൾ എന്ന് പറയുന്നത്. ഇനി ഒരു ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഒരു പ്ലാൻ ആണ് നമ്മൾ ഈ കാണുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഡ്യൂറേഷൻ. ആ ഒരു ഇൻ സർവീസ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഒരു 60 മിനിറ്റ്. ഇത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് 60 മിനിറ്റിലാണ്. എവിടെയാണ് നടത്തുന്നത്? വെന്യൂ. ഇപ്പോൾ ഡ്യൂറേഷൻ പറഞ്ഞു. നെക്സ്റ്റ് വെന്യൂ ലെക്ചർ ഹാളിലാണ്, മെഡിക്കൽ കോളേജിൽ. പിന്നെ ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ്? സ്റ്റാഫ് നഴ്സ് ആണ്. പിന്നെ ടീച്ചിങ് കം മെത്തഡോളജി എന്ന് പറയുന്ന ലെക്ചർ കം ഡിസ്കഷൻ ആണ്. എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ കോർഡിനേറ്റർ ആരാണ്? അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ സ്കെഡ്യൂൾ വേണമെങ്കിൽ പറയാൻ പറ്റും. എത്ര നേരം, ഏതൊക്കെ ദിവസം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ടോപ്പിക് പറഞ്ഞു. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ പ്രോഗ്രാം സ്കെഡ്യൂൾ. അതിനകത്ത് എന്തൊക്കെ വരും? വെന്യൂ വരും, ഡ്യൂറേഷൻ വരും, ആരാണ് എഡ്യൂക്കേറ്റർ എന്നുള്ളത് വരും, ടീച്ചിങ് മെത്തഡോളജി വരും, പിന്നെ ടോപ്പിക്, പിന്നെ ഒബ്ജക്റ്റീവ്സ് നമുക്കറിയാം. നമ്മുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒബ്ജക്റ്റീവ്സ് കാണാൻ കഴിയും. എന്താണ്? അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ദ സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സെറ്റാക്കാൻ പറ്റും. പിന്നെന്താണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഒരു ഇൻ സർവീസ് എഡ്യൂക്കേഷണൽ പ്ലാനിന്റെ സാമ്പിൾ. അത് നമുക്ക് പ്രോഗ്രാം സ്കെഡ്യൂൾ വേണം, ടോപ്പിക് വേണം, ഒബ്ജക്റ്റീവ്സ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. ജസ്റ്റ് നിങ്ങൾ ഒരു ഹാഫ് പേജ് വരത്തക്ക രീതിയിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ കോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. 5 മാർക്കിന്റെ ആയാലും ഒന്ന് കോട്ട് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നെക്സ്റ്റ് സാമ്പിൾ ടോപ്പിക്സ്. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് നമുക്ക് ഇതാക്കാൻ പറ്റും? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ, ഡിസ്ഇൻഫെക്ഷനൊക്കെ കുറിച്ചാണ് ഞങ്ങൾ അന്ന് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്തത്. അപ്പം നമുക്ക് അങ്ങനത്തെയൊക്കെ നീഡ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. നമുക്ക് പല രീതിയിൽ നമുക്ക് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. ജസ്റ്റ് സെമിനാർ പോലെ എടുത്താൽ മാത്രമേ നമുക്ക് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കൊടുക്കാവുന്നുണ്ടോ? ഇല്ല. നമുക്ക് വാട്ട് ടീച്ചിങ് കൊടുക്കാൻ പറ്റും, ഡിസ്കഷനിലൂടെ, ലബോറട്ടറി ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ കുറച്ചുകൂടെ അവർക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും. അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഒക്കെ അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് കോൺഫറൻസസ്, സെമിനാർസ്, വർക്ക്ഷോപ്പ്, ഫീൽഡ് ട്രിപ്പ്, അങ്ങനെയൊക്കെ എന്താണ് പല മെത്തേഡ്സ് ഉണ്ട് ഇൻ സർവീസ്. നമുക്ക് തന്നെ എന്താണ് നമുക്ക് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഇല്ലേ, ലേണിങ്ങിന് വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഇല്ലേ, അതുപോലെ തന്നെ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ് പല മെത്തേഡ്സ്? ഒന്നാമത് വാട്ട് ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് പേഷ്യന്റ് സൈഡിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമ്മൾ CP ഒക്കെ ചെയ്യാറില്ല, ക്ലിനിക്കൽ പ്രസന്റേഷൻ. അതാണ് വാട്ട് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓരോ പേഷ്യൻ്റെ അടുത്ത് പോകുന്നു, അവരുടെ പേഷ്യൻ്റ് കെയറിനെ കുറിച്ച് സ്കിൽസും അപ്രോച്ചസും ഒക്കെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അതാണ് വാട്ട് ടീച്ചിങ്. രണ്ടാമത്തെ ഡിസ്കഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ടീച്ചർ അവിടെ നിന്ന് പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് ജസ്റ്റ് പറയുന്നു, ഒരു സപ്ലിമെൻ്ററി ലെക്ചറിനെ പോലെ ജസ്റ്റ് പറയുന്നത്, അതാണ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അടുത്തത് ലബോറട്ടറി ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പ്ലാൻഡ് ആയിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസ്, എന്തെങ്കിലും ഹാൻഡ് വാഷിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്ലൗവിങ് ആയിക്കോട്ടെ, അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഓരോ സ്കിൽസ്, റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസ്, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വയ്ക്കുന്ന സ്കിൽസ് ഒക്കെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. നെക്സ്റ്റ് കോൺഫറൻസസ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രെയിനീസ് പുതിയ നോളജും ഇൻഫർമേഷൻസും എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഫഷനെ കുറിച്ചും വർക്ക് ഏരിയനെ കുറിച്ചും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതാണ് കോൺഫറൻസസ് എന്ന് പറയുന്നത്. സെമിനാർ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സയന്റിഫിക് അപ്രോച്ച് ആണ്. മെയിനായിട്ടും
ഒരു സ്മോൾ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എക്സ്പേർട്ട് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഇറ്റ് ഈസ് മെയിൻലി ഫോർ മാനേജിങ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പേഷ്യന്റ് കെയർ കമ്മ്യൂണിക്കേഷൻ വാർഡ് മാനേജ്മെന്റ്. വാർഡ് മാനേജ്മെന്റിനെ കുറിച്ചും പേഷ്യന്റ് കെയറിനെ കുറിച്ചും കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് മെയിൻ ആയിട്ടും ഈ സെമിനാർസ് നമ്മൾ എടുക്കാറ്. ഇതിനെക്കുറിച്ചാണ് പേഷ്യന്റ് കെയറിനെ കുറിച്ച്, കമ്മ്യൂണിക്കേഷൻ, വാർഡ് മാനേജ്മെന്റിനെ കുറിച്ചാണ് മെയിനായിട്ട് നമ്മൾ സെമിനാർ എടുക്കാറ്. നെക്സ്റ്റ് വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്യുന്ന സൈക്കോമോട്ടോർ സ്കിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രാക്ടീസസ് ഓഫ് ന്യൂ ഇന്നോവേഷൻസ് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഓറിയന്റഡ്. പിന്നെ വർക്ക്ഷോപ്സ് ഈ നമ്മൾ ലാബ് ഡെമോൺസ്ട്രേഷൻ പറഞ്ഞില്ല, അതൊക്കെ എന്താണ്, പ്രാക്ടീസ് ഓറിയന്റഡ് ആണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഫീൽഡ് ട്രിപ്പ്. ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫർമേഷൻസ് ഈസ് ഗെയിൻഡ് ബൈ ഒബ്സർവിംഗ് പ്ലേസസ്, ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഫിനാമിനൽ നാച്ചുറൽ സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ചെയ്തിട്ടാണ്. ഫീൽഡ് ട്രിപ്പ് ഒരിക്കലും നമുക്ക് വർക്ക്ഷോപ്പ് പോലെയല്ല, നമ്മൾ നാച്ചുറൽ സെറ്റിംഗ്സ് ഒറിജിനൽ ആയിട്ടുള്ള കാര്യം പോയി കാണാണ് ഫീൽഡ് ട്രിപ്പ്. അപ്പോൾ വാട്ട് ടീച്ചിങ് നമുക്ക് പറ്റും, സെമിനാർ, കോൺഫറൻസസ്, അതുപോലെ തന്നെ ലബോറട്ടറി ഡെമോൺസ്ട്രേഷൻസ്, ഫീൽഡ് ട്രിപ്പ്, വർക്ക്ഷോപ്പ്, ഇത്രയും കാര്യങ്ങൾ, ഡിസ്കഷൻസ് ഒക്കെ ആണ് മെയിനായിട്ട് മെത്തേഡ്സ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്രോച്ചസ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് ആയോ, നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷൻ കണ്ടു, പിന്നെ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു, പിന്നെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു, പിന്നെ സ്റ്റെപ്സ്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു, വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ടു ഇൻക്രീസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, പിന്നെ റോൾ ഓഫ് എ നേഴ്സ് മാനേജർ പറഞ്ഞു, പിന്നെ സാമ്പിൾ കണ്ടു, അതിനുശേഷം നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കണ്ടു. ഇനി നമ്മൾ അപ്രോച്ചസ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആണ്. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ നമുക്ക് കുറേ അപ്രോച്ചസ് ഉണ്ട്. എന്തൊക്കെയാണ് അപ്രോച്ചസ്? സെൻട്രലൈസ്ഡ് അപ്രോച്ച്, ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് ആൻഡ് കമ്പൈൻഡ് ഓർ കോർഡിനേറ്റഡ് അപ്രോച്ച്. അങ്ങനെ 3 അപ്രോച്ചാണ് നമുക്ക് എന്ത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് ഉള്ളത്. ഒന്നാമതാണ് എന്ത്, സെൻട്രലൈസ്ഡ് അപ്രോച്ച്. സെൻട്രലൈസ്ഡ് അപ്രോച്ചിനകത്ത് എന്താ ചെയ്യുന്നത്, സെൻട്രലൈസ്ഡ് അപ്രോച്ചിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഇംപ്രൂവ്മെന്റ് ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ദർ സ്റ്റാഫ്. എ സെൻട്രലൈസ്ഡ് അപ്രോച്ച് ടു ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ലീഡ്സ് ടു റിഡക്ഷൻ ഓഫ് സ്പോണ്ടേനിയസ് ആൻഡ് ഇൻക്രീസ് പാർട്ടിസിപ്പേഷൻ ഓഫ് ലേണേഴ്സ്. അപ്പോൾ സെൻട്രലൈസ്ഡ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, ആ ഡിപ്പാർട്ട്മെന്റ് അവരുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് അവരുടെ ലേണിംഗ്, അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും സ്പെസിഫൈ ആയിട്ടുള്ള രീതിയിൽ അവരുടെ ലേണിംഗ് നീഡ്സ് അനുസരിച്ച് ആ ഒരു സ്റ്റാഫിന് വേണ്ടി ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. അപ്പം അതിന്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ഓഫ് സ്പോണ്ടേനിയസ് ആൻഡ് ഇൻക്രീസ് പാർട്ടിസിപ്പേഷൻ, അതായത് ലേണേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഒന്ന് കുറയ്ക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് മാത്രമേ വരത്തുള്ളൂ, മനസ്സിലായോ? അപ്പോൾ അതാണ് സെൻട്രലൈസ്ഡ് അപ്രോച്ച്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് കൺട്രോൾ, പൈസ ലാഭമാണ്, പിന്നെ ബെറ്റർ ഇവാലുവേഷൻ, കുറച്ച് ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബഡ്ജറ്റ് കൺട്രോൾ ആണ്, പിന്നെ എന്താണ് ബെറ്റർ ഇവാലുവേഷൻ ആണ്, പിന്നെ പ്രയർ ഡിസിഷൻ ഓൺ റിസോഴ്സ്, മണി ആൻഡ് മാൻ പവർ ഫോർ ദ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റും. കാരണം നമുക്കൊരു എണ്ണമുണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര സ്റ്റാഫ് ഉണ്ട്, നമുക്ക് എണ്ണമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയർ ആയിട്ടുള്ള റിസോഴ്സ്, മണി, മാൻ പവർ ഓഫ് ദ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് പ്രയർ ഡിസിഷൻ ക്യാൻ ബി ടേക്ക് റിഗാർഡിംഗ് ദ മണി, മാൻ പവർ ആൻഡ് റിസോഴ്സസ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും വോളണ്ടറി പാർട്ടിസിപ്പേഷൻ നമുക്ക് കുറയ്ക്കും, അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ മറ്റേതെന്ന് വെച്ചാൽ ഇവിടെ പാർട്ടിസിപ്പൻസ് കുറവായതുകൊണ്ട് ബെറ്റർ ഇവാലുവേഷനും ബഡ്ജറ്റും ഒക്കെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രയർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും, എന്തിനെക്കുറിച്ച്, മാൻ പവറിനെ കുറിച്ചും മണീനെ കുറിച്ചും റിസോഴ്സിനെ കുറിച്ചും. നെക്സ്റ്റ് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് എന്തായിരിക്കും, എംപ്ലോയീസ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു കീപ് ദ അഡ്മിനിസ്ട്രേഷൻ ഇൻഫോംഡ് ഓഫ് ദ ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പെക്ടഡ് ടു ഡെവലപ്പ് ആൻഡ് ഡയറക്ട് their own learning experience. Decentralization in service education is planned and conducted for the employees of one or more units. This type of in-service education program is planned for the special interest of the employees. Example, specialized units, intensive. അതായത് ഇപ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചല്ലേ, ഇതെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ അതിലധികമോ ഡിപ്പാർട്ട്മെന്റ്സിന് ആയിരിക്കും സർവീസ് എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ചില പ്രത്യേകത വെച്ചാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള എംപ്ലോയീസിനെ ആയിരിക്കും മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ എമർജൻസി മെഡിസിൻ അല്ലെന്നുണ്ടെങ്കിൽ ഹൈസ്യൂസിലൊക്കെ വർക്ക് ചെയ്യുന്ന, ക്രിട്ടിക്കൽ കെയറിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെയൊക്കെ മെയിനായിട്ടും ലക്ഷ്യം വെച്ചിട്ടായിരിക്കും ഈ ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് മെയിനായിട്ട് നടത്തുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടിസിപ്പൻസിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് ദ എംപ്ലോയീസ് ഷെയർ ചെയ്യും. ഓൾ ആർ റെസ്പോൺസിബിൾ ഫോർ ഷെയറിംഗ് ദ എഡ്യൂക്കേഷൻ നീഡ്സ് ഓഫ് ദ എംപ്ലോയി. അപ്പം എല്ലാവരും എന്താണ് എഡ്യൂക്കേഷൻ നീഡ്സ് ഓഫ് ദ എംപ്ലോയി ഷെയർ ചെയ്യും. അതായത് ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം കൂടെ ഒരാൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. പാർട്ടിസിപ്പൻസ് നമുക്ക് നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ലീഡർഷിപ്പ് കാണത്തില്ല, കാരണം ഒന്നേ കൂടുതൽ യൂണിറ്റ് അല്ലേ, അപ്പോൾ ഒത്തിരി ആൾക്കാർ കാണും. പിന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള കാരണം ചാൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, ലീഡർഷിപ്പ് ഇല്ല, അതുപോലെ തന്നെ ബഡ്ജറ്റ് കുറവായിരിക്കും. ബഡ്ജറ്റ് നമുക്ക് കയ്യിൽ അല്ല, ഈ ഇൻ സർവീസ് എഡ്യൂക്കേഷന് ബഡ്ജറ്റ് കൂടുതലായിരിക്കും, നമ്മുടെ കയ്യിൽ ലെസ് അവൈലബിലിറ്റി ഓഫ് ബഡ്ജറ്റ് ആയിരിക്കും. ലെസ് അവൈലബിലിറ്റി ഓഫ് ബഡ്ജറ്റ്, ലാക്ക് ഓഫ് ലീഡർഷിപ്പ്, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് കമ്പൈൻഡ് ഒരു കോർഡിനേറ്റഡ് അപ്രോച്ച്. കമ്പൈൻഡ് ഒരു കോർഡിനേറ്റഡ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ദ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് നഴ്സിംഗ് പേഴ്സണൽ ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്ലാനിംഗ്
സെൻട്രൽ നഴ്സിംഗ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അവിടെ ഒരു ഈ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ കാണും. അതാണ് സെൻട്രൽ നഴ്സിംഗ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. They are responsible for planning and organizing the service education program, which is important for all nursing personnel. They plan, conduct, and evaluate in service education program based on arising needs of the employees. A coordinated approach provides mutual cooperation and assistance for the central administration and the learned personnel in the organization. ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെൻട്രൽ നഴ്സിംഗ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ മാത്രമായിട്ട് സെൻട്രൽ നഴ്സിംഗ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒക്കെ. അപ്പം അവർ നല്ല രീതിയിൽ അപ്പം നീഡഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ നീഡ്സിനനുസരിച്ച് മാക്സിമം എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുമിച്ചൊരു ഇൻ സർവീസ് എഡ്യൂക്കേഷൻ അങ്ങ് കണ്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ കോപ്പറേഷനും അസിസ്റ്റൻസും ഒക്കെ ഉണ്ടായിരിക്കും. ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് മ്യൂച്വൽ പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ കോപ്പറേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും മ്യൂച്വൽ കോർഡിനേഷനും അസിസ്റ്റൻസ് കോപ്പറേഷനും ഒക്കെ ഉണ്ടായിരിക്കും. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എംപ്ലോയി, അഡ്മിനിസ്ട്രേഷനും എംപ്ലോയീസും തമ്മിൽ ഒരു മ്യൂച്വൽ കോർഡിനേഷനും കോപ്പറേഷനും അസിസ്റ്റൻസും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ വർക്കും എഫേർട്ടും ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരേപോലെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. യൂണിറ്റി ഓഫ് എഫേർട്ട് ഞാൻ മെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. കാരണം എല്ലാവർക്കും കൂടി ഈക്വൽ ആയിട്ട് വർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചൊക്കെ വരുമ്പോൾ സമയം കുറയും. നെക്സ്റ്റ് ലെസ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. ആകെ ഫണ്ട് ലാഭിക്കാൻ പറ്റുന്നത് സെൻട്രലൈസ്ഡ് അപ്രോച്ചിന് മാത്രമാണ്. ഓക്കെ, സെൻട്രലൈസ്ഡ് അപ്രോച്ച് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് അപ്രോച്ചസ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ്. എന്തൊക്കെയാണ് സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ് ആൻഡ് കമ്പൈൻഡ് ഓർ കോർഡിനേറ്റഡ് അപ്രോച്ച്. നെക്സ്റ്റ് കോമ്പണൻസ് ഓർ ടൈപ്സ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. കോമ്പണൻസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ നമുക്ക് പല രീതിയിലുള്ള ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. ഓറിയന്റേഷൻ പ്രോഗ്രാം, പിന്നെ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അപ്പം കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അങ്ങനെ 4 രീതിയിലുള്ള ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് നമുക്കുള്ളത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോമ്പണൻസ് ഒരു ടൈപ്സ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ഏതൊക്കെയായിരുന്നു ടൈപ്സ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം? ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്താൻ പറ്റും, പിന്നെ എന്താണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്താൻ പറ്റും, ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ പറ്റും, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് പ്രോഗ്രാം നടത്താൻ പറ്റും. ഒന്നാമതാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു എന്താണ് 2 ടൈപ്പായിട്ട് നമുക്ക് ഇൻ സർവീസ് എഡ്യൂക്കേഷനെ 2 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ജനറൽ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആൻഡ് സ്പെസിഫിക് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ജനറൽ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഷോർട്ട് ടേം ആയിരിക്കും. അത് മെയിനായിട്ടും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക് സ്റ്റാഫിന് മെയിനായിട്ട് വേണ്ട പ്രയോറിറ്റി അനുസരിച്ച് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ആയിട്ട് ഷോർട്ട് ടേം ആയിരിക്കും ജനറൽ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സ്പെസിഫിക് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫ്, ഒരു ഹോസ്പിറ്റലിനകത്ത് പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫിന് എന്തെങ്കിലും ഒരു ഗോൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കും സ്പെസിഫിക് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തുന്നത്. ഇനി ഒന്നാമത്താണ് ഓറിയന്റേഷൻ പ്രോഗ്രാം. ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് പുതിയ എംപ്ലോയീസിന് ബേസിക് ആയിട്ടുള്ള ആ ഒരു ജോബിന്റെ പോളിസീസും റൂൾസും റെഗുലേഷൻസും അതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുന്നത്. നമ്മൾ BSc നഴ്സിംഗ് കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ ഒരു 2 ആഴ്ചയോ ഒരാഴ്ച കണ്ട ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് പുതിയ എംപ്ലോയീസിന് അവരുടെ പോളിസീസും റൂൾസും റെഗുലേഷൻസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുന്നത്. അത് ആദ്യത്തെ ഒരു 2-3 ദിവസമായിരിക്കും ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്താറ്. നമുക്ക് ഒരാഴ്ച എങ്ങാണ്ട് ഉണ്ടാകാമെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫെമിലറൈസിംഗ് ന്യൂ എംപ്ലോയി വിത്ത് എക്സിസ്റ്റിംഗ് വർക്ക് എൻവയോൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സോ ദാറ്റ് ദേ ക്യാൻ വർക്ക് എഫക്റ്റീവ്ലി ഇൻ എൻവയോൺമെന്റ്. പുതിയ എൻവയോൺമെന്റിനകത്ത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ റൂൾസും റെഗുലേഷൻസും പോളിസീസും പിന്നെ വർക്ക് എൻവയോൺമെന്റിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്, ഫെമിലറൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഓറിയന്റേഷന്റെ പർപ്പസ് എന്താണ്? എംപ്ലോയീസിന് പുതിയ ന്യൂ സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് അവിടുത്തെ റൂൾസും റെഗുലേഷൻസും വർക്ക് എൻവയോൺമെന്റും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ ഫിലോസഫിയും ഗോൾസും ഒബ്ജക്റ്റീവ്സും പോളിസീസും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവർക്ക് നല്ല രീതിയിൽ നല്ല എംപ്ലോയീസിന്റെ ഒക്കെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറിയന്റേഷൻ കൊണ്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മൊറയിലും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെന്താണ് ട്രയൽ ആൻഡ് ഇറർ എന്ന് പറയുന്ന കാര്യം എലിമിനേറ്റ് ചെയ്യും. കാരണം ചെയ്തു തെറ്റി വീണ്ടും ചെയ്ത് പഠിച്ചു അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അവർ മാക്സിമം ഇറർ കുറച്ചങ്ങ് ചെയ്തോളും. അതാണ് ഇപ്പോൾ ട്രയൽ ആൻഡ് ഇറർ എന്ത് ചെയ്യുന്നുണ്ട്, അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഓൾഡ് എംപ്ലോയീസിൽ നിന്നും പിയേഴ്സിൽ നിന്നുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇത് തടയുന്നുണ്ട്. അതുപോലെ തന്നെ മിസ്റ്റേക്സും കൺഫ്യൂഷൻസും ഒക്കെ തടയുന്നുണ്ട്, അപ്രഹെൻഷനും തടയുന്നുണ്ട്. 4 കാര്യങ്ങളാണ് തടയുന്നത്. ട്രയൽ ആൻഡ് എറർ
എറർ ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ അത് തടയുന്നുണ്ട്. പിന്നെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനും മിസ്കൺസെപ്ഷൻസും പിന്നെ കൺഫ്യൂഷൻസും ഒക്കെ തടയുന്നുണ്ട്. അപ്രഹെൻഷനും തടയുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലൂടെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? മൊറയിലും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞു, നല്ല രീതിയിൽ ഒരു എംപ്ലോയി പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓർഗനൈസേഷന്റെ ഫിലോസഫി, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, റൂൾസ്, ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞു. പുതിയ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെന്താണ്, ഒരു എംപ്ലോയീസിന് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് ആണ് എന്നൊക്കെ ഒന്ന് തോന്നി തുടങ്ങും. ഒരു 2-3 ദിവസം ഓറിയന്റേഷൻ കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. അങ്ങനെ നേഴ്സ് ഫ്രട്ടേണിറ്റിയുടെ ഒരു പാർട്ടാകും. അപ്പോൾ പാർട്ടാകുമ്പോൾ എന്താ, മൊറയിലും പ്രൊഡക്ടിവിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ നെക്സ്റ്റ്, അതോറിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ ടു നോ അബൌട്ട് ദ എംപ്ലോയി. അതായത് അതോറിറ്റി, അതായത് ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട് എംപ്ലോയീസിന് മാത്രമല്ല, അതോറിറ്റിക്കും എന്ത് മനസ്സിലാകും, ആ എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, നോളജ്, പ്രാക്ടീസ്, പേഴ്സണാലിറ്റി, പിന്നെ വാല്യൂസ്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിന്റ്സ്, പിന്നെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ട്രെയിനിങ് നീഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതോറിറ്റീസ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എംപ്ലോയീസിന് ഒരു ജോബ് പഠിച്ചെടുക്കാനുള്ള സമയം കുറയും. മെയിൻ ആയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പഠിച്ചെടുത്തോളും. മനസ്സിലായോ? അപ്പം അതോറിറ്റീസിന് എന്തൊക്കെ ഹെൽപ്പാണ്, എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, സ്കിൽസ്, പിന്നെ ട്രെയിനിങ് നീഡ്സ്, പിന്നെ വീക്ക് പോയിന്റ്സ് ആൻഡ് സ്ട്രോങ് പോയിന്റ്സ് ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ. ഇനി കോമ്പണൻസസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സെൻട്രലൈസ് ആൻഡ് ഡീസെൻട്രലൈസ് ഓറിയന്റേഷൻ. സെൻട്രലൈസ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഓർഗനൈസേഷന്റെ ഫിലോസഫി, ഒബ്ജക്റ്റീവും ഫിസിക്കൽ ലേഔട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് സെൻട്രലൈസ് ഓറിയന്റേഷൻ. ഡീസെൻട്രലൈസ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പർട്ടിക്കുലർ ആയിട്ടുള്ള നഴ്സിംഗ് യൂണിറ്റിനനുസരിച്ച്, ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച്, നഴ്സിംഗ് ടീമിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാം ഡീസെൻട്രലൈസ് ഓറിയന്റേഷൻ. നമ്മളിവിടെ ഡീസെൻട്രലൈസ് അപ്രോച്ച് പഠിച്ച എന്താണ്, ഇവിടെ പറഞ്ഞത് നമ്മൾ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇവിടെ ഡീസെൻട്രലൈസ് അപ്രോച്ചിനാണ് 1-2 യൂണിറ്റുകൾ ഒരുമിച്ച് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഡീസെൻട്രലൈസ് ഓറിയന്റേഷനകത്ത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് നഴ്സിംഗ് ടീമായിട്ടാണ് ഡീസെൻട്രലൈസ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കോമ്പണൻസ് ഓഫ് ഓറിയന്റേഷൻ, സെൻട്രലൈസ് ആൻഡ് ഡീസെൻട്രലൈസ് ഓറിയന്റേഷൻ. ഡീസെൻട്രലൈസ് ഓറിയന്റേഷൻ ആണ് ഇവിടെ പർട്ടിക്കുലർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള യൂണിറ്റ്സ് ആയിട്ട് ഓറിയന്റേഷൻ കൊടുക്കുന്നത്. മറ്റേടത്ത് അങ്ങനല്ല, അവിടെ അപ്രോച്ചസിനകത്ത് ഡീസെൻട്രലൈസേഷനകത്താണ് കൂടുതൽ യൂണിറ്റ്സുകൾ വരുന്നത്. ഈ ഓറിയന്റേഷൻ നമ്മൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ ലേഔട്ട്സിനെ കുറിച്ചും, പോളിസീസ്, പ്രൊസീജിയർ, പിന്നെ ചെയിൻ ഓഫ് കമാൻഡ്, ഫിലോസഫി, ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, ഫിലോസഫി, പിന്നെ ഫിസിക്കൽ ലേഔട്ടിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ചെയിൻ ഓഫ് കമാൻഡ്, എങ്ങനെയാണ് ഒരു കമാൻഡിന് ചെയിൻ ഓഫ് കമാൻഡ് വരുന്നത്, പിന്നെ ആരൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ആരൊക്കെയാണ് നമ്മുടെ സൂപ്പർവൈസേഴ്സ്, ആരൊക്കെയാണ് കോ വർക്കേഴ്സ്, അഡ്മിനിസ്ട്രേറ്റർ, സൂപ്പർവൈസർ, കോ വർക്കേഴ്സ്, ചെയിൻ ഓഫ് കമാൻഡ് ഒക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ആ ജോബിനെ കുറിച്ചുള്ള ഓറിയന്റേഷൻ എങ്ങനെയാണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കൊടുക്കും, റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു കൊടുക്കും, പിന്നെ ഏതൊക്കെ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ആണ് കീപ്പ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കും, പിന്നെ എന്തൊക്കെയാണ് ജോബ് സെറ്റിംഗ്സ് വരുന്നത് പറഞ്ഞു കൊടുക്കും, പിന്നെ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഏത് രീതിയിലാണ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏത് ചാനൽ വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കും, പിന്നെ എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ആണ് ഫോളോ ചെയ്യേണ്ടത്, സൂപ്പർവൈസറി പ്രാക്ടീസസ് എന്തൊക്കെയാണ്, പിന്നെ ഓരോ എക്യുപ്മെന്റ്സും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ യൂസേജിന്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ്, പിന്നെ റൊട്ടേഷൻ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എങ്ങനെയാണ് ഡ്യൂട്ടീസ് പോകുന്നതെന്നൊക്കെ, സ്റ്റാഫിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെയാണ്, എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ആ ഒരു പേഴ്സണിന് പോളിസീസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പോളിസീസും റൂൾസും ഒക്കെ, സാലറി, ലീവ്, പ്രൊമോഷൻ, ഒബ്ലിഗേഷൻ, ജോബ് റെസ്പോൺസിബിലിറ്റി. സാലറി, ലീവ്, പ്രൊമോഷൻ, ഒബ്ലിഗേഷൻ, ജോബ് റെസ്പോൺസിബിലിറ്റി, ഓരോ എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഷിഫ്റ്റ്, ജോബിന്റെ ഷിഫ്റ്റിനെ കുറിച്ചും, പിന്നെ പ്രോപ്പർ ചെയിൻ ഓഫ് കമാൻഡ്, ചാൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സൂപ്പർവൈസേഴ്സ്, സുപ്പീരിയേഴ്സ്, പിന്നെ കോർഡിനേറ്റേഴ്സ്, കോ വർക്കേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചുള്ള ഓറിയന്റേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഹിസ്റ്ററി ഓഫ് ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹിസ്റ്ററി ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ റോള്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ റോൾ എന്തൊക്കെയാണ്, ഡിപ്പാർട്ട്മെന്റിന്റെ ഗോൾസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ആക്ടിവിറ്റി എന്താണ്, ഫംഗ്ഷൻ എന്താണ്, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓറിയന്റേഷൻ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു, ഓറിയന്റേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ പർപ്പസസ് ഓഫ് ഓറിയന്റേഷൻ പറഞ്ഞു, ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ പറഞ്ഞു, ആർക്കൊക്കെയാണ് എന്തൊക്കെ ആണ് ഓറിയന്റേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇത് സ്റ്റേജസ് ഓഫ് ഓറിയന്റേഷൻ. ഓറിയന്റേഷന് മെയിനായിട്ട് 3 സ്റ്റേജുള്ളത്, സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. അങ്ങനെ 3 സ്റ്റേജാണ് ഓറിയന്റേഷനകത്തുള്ളത്. സ്റ്റേജ് 1 എന്നാണ് ജനറൽ ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡഡ് അബൌട്ട് ദ ഹിസ്റ്ററി ആൻഡ് ഓപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷൻ. ആദ്യം നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, ആ ഒരു ഓർഗനൈസേഷന്റെ ഹിസ്റ്ററിനെ കുറിച്ചും അതുപോലെ തന്നെ ജനറൽ ഓപ്പറേഷൻസിനെ കുറിച്ചും ഒക്കെയാണ് ജനറൽ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇതിനകത്ത് സ്പെസിഫിക് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും, എന്തിനാണ്, സോഷ്യൽ സെക്യൂരിറ്റി മാറ്റേഴ്സ്, അവരുടെ സെക്യൂരിറ്റി മാറ്റേഴ്സിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കും. ഓർഗനൈസേഷന്റെ ജനറൽ ആയിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സ്റ്റേജിൽ ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഓവറോൾ ആയിട്ട് ഒരു ഓർഗനൈസേഷന്റെ ഓപ്പറേഷന്റെ ഒക്കെ സ്കീമും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് മനസ്സിലാവുക. രണ്ടാമത്തെ സ്റ്റേജിൽ എന്ന് പറയുമ്പോഴത്തേക്കും പുതിയ എംപ്ലോയീസിനെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറുമായിട്ട് എന്ത് ചെയ്യും, ഒന്ന് ഓറിയന്റ് ചെയ്ത് കൊടുക്കും. അപ്പം ആ സമയത്ത്
സൂപ്പർവൈസറിന്റെ ലോട്ടോ ഉള്ള ഈ എംപ്ലോയിന്റെ ജോലി എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് കവർ ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള ഓവർവ്യൂ പറയും, ജോബ് റിക്വയർമെന്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനകത്ത് എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. ആ ഒരു ജോലി ചെയ്യുമ്പോൾ ഉള്ള സേഫ്റ്റി, പിന്നെ ഫിസിക്കൽ ഓറിയന്റേഷൻ ടു ഡിപ്പാർട്ട്മെന്റ്, ഫിസിക്കൽ ഓറിയന്റേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ ജോബ് റിക്വയർമെന്റിന്റെ ഓറിയന്റേഷൻ ഉണ്ടായിരിക്കും. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു വാർഡിൽ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടന്നുകൊണ്ടിരുന്ന സ്പെസിഫിക് കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് നോക്കും. പിന്നെ പെർഫോമൻസ് എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പിന്നെ സ്പെസിഫിക് വർക്ക് റൂൾസ്, അപ്പൊ അവിടുത്തെ റൂൾസ് പറഞ്ഞു കൊടുക്കും, അവിടുത്തെ എക്സ്പെക്ടേഷൻസ്, പിന്നെ കാര്യങ്ങൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സ്പെസിഫിക് കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്, പിന്നെ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്, എന്തൊക്കെയാണ് ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, സേഫ്റ്റി, പിന്നെ ഫിസിക്കൽ ഓറിയന്റേഷൻ ഒക്കെ നടത്തും. പിന്നെ അക്സെപ്റ്റൻസ് ഓഫ് അപ്പൊ ഈ സ്റ്റേജിൽ എന്താണ് ചെയ്യുന്നത്, ആ ഒരു പുതിയൊരു എംപ്ലോയിനെ വർക്ക് എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. മറ്റേത് ബ്രീഫ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഒരു ഓവറോൾ ചിത്രമായിരിക്കും അവർക്ക് മനസ്സിലാവുക. സ്റ്റേജ് 2 ആകുമ്പോഴത്തേക്കും ജോബ് ആ ഒരു വർക്ക് എൻവയോൺമെന്റുമായിട്ട് ആ ഒരു ന്യൂ എംപ്ലോയി അഡ്ജസ്റ്റ് ആയിക്കോളും. സ്റ്റേജ് 3 എന്ന് പറയുമ്പോഴത്തേക്കും ഇവാലുവേഷനും ഫോളോ അപ്പ് ആണ് ടു ക്ലാരിഫൈ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. അപ്പോൾ അവർ ഇത് ഇത്രയും നേരം കേട്ട കാര്യങ്ങൾ കറക്റ്റ് ആണോ, അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ അതാണ് 3 സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പുതിയ വർക്ക് എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സോഷ്യലൈസേഷൻ, ബെറ്റർ ആയിട്ടുള്ള സോഷ്യലൈസേഷൻ, ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ഓഫ് ദ ടീം ഉണ്ടാകും, എഫക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷനിങ്, ഇംപ്രൂവ്മെന്റ് ഓഫ് ദ പെർഫോമൻസ്. പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും എഴുതാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ആയിട്ടുള്ള ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അറിയാമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് ഡ്യൂട്ടി അല്ലെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് നമുക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ പ്രോപ്പർ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, സൂപ്പർവൈസറുമൊക്കെ ആയിട്ട് നല്ല ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇതൊക്കെയാണ് ഓറിയന്റേഷൻ. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സർവീസ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഓറിയന്റേഷൻ ആണ്. അത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം. സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ്സ് നെസസറി ആയിട്ടുള്ള സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് റിക്വയർഡ് ഫോർ ദ ജോബ് ആൻഡ് ഹെൽപ്സ് ദം ടു കീപ് അപ്ഡേറ്റ് വിത്ത് ചേഞ്ചിങ് നീഡ്സ് ആൻഡ് ടെക്നോളജി. അപ്പം സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം വഴി എന്താണ്, അവർക്ക് സ്കിൽസും ആറ്റിറ്റ്യൂഡും ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചേഞ്ച് ആയിട്ടുള്ള ടെക്നോളജി ഡിമാൻഡ്സിനനുസരിച്ച് സ്റ്റാഫിന് ആവശ്യമായിട്ടുള്ള സ്കിൽസും ആറ്റിറ്റ്യൂഡും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ത്, സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അവിടെ അതെന്ന് പറയുന്ന ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഒരു സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കൊണ്ടുവരുന്നത്. സ്കിൽ ട്രെയിനിങ് നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത്? ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ ഇവാലുവേഷൻ വഴിയും ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വഴിയും. ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ OSP എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടും, OSK ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്താണ്, OSK നമ്മൾ എന്തുവാണ്, നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് ക്ലിനിക്സിലും പോവും, നമ്മൾ സ്കിൽ ലാബിലും പോയി ചെയ്യത്തില്ലേ. ക്ലിനിക്സിൽ പോകുന്നതാണ് ഒബ്ജക്റ്റീവ് സ്ട്രക്ചറുടെ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ, നമ്മൾ ലാബിൽ പോയി ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ് സ്ട്രക്ചറുടെ ക്ലിനിക്കൽ ഇവാലുവേഷൻ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി ഈ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ സൈക്കോമോട്ടർ, കോഗ്നിറ്റീവ്, ടീച്ചിങ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സൂപ്പർവൈസർ സ്കിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. എന്തൊക്കെയാണ്? സൈക്കോമോട്ടർ സ്കിൽസും കോഗ്നിറ്റീവ് സ്കിൽസ്, പിന്നെ ടീച്ചിങ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സൂപ്പർവൈസർ സ്കിൽസ് ഒക്കെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും ഈ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ. ഈ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരു എന്താണ്, പുതിയ ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജ് അറിയാൻ പറ്റും, സ്കിൽസ് അറിയാൻ പറ്റും, ഒരു ന്യൂവർ ഡിമാൻഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ് ഉള്ള നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഉള്ള നോളജിനെയും പെർഫോമൻസിനെയും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പുതിയ ന്യൂ ടെക്നോളജീസിനെയും മെത്തേഡ്സും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിനായിട്ടും സ്കിൽ ട്രെയിനിങ്. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്? ട്രെയിനിങ് മോട്ടിവേറ്റഡ് ആയിരിക്കണം, റീഇൻഫോഴ്സ്ഡ് ആയിരിക്കണം, ഒരു മോട്ടിവേറ്റഡ്, കാരണം കുറച്ചൊക്കെ പ്രായമായവരൊക്കെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വരിക. അപ്പോൾ അവർ മോട്ടിവേറ്റഡ് ആയിരിക്കണം, റീഇൻഫോഴ്സ്ഡ് ആയിരിക്കണം, അവർക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക, ഫീഡ്ബാക്ക് നമ്മൾ ടേക്ക് ചെയ്യുക. അപ്പോൾ ഓറിയന്റേഷൻ കഴിഞ്ഞു, സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞു. നെക്സ്റ്റ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മാനേജറൽ സ്കിൽസും ലീഡർഷിപ്പ് എബിലിറ്റീസും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓഫ് ദ എംപ്ലോയീസ് ടു മീറ്റ് ദ കോമ്പറ്റൻസീസ് റിക്വയർഡ് ഫോർ വേരിയസ് ഫംഗ്ഷൻസ് ആൻഡ് ഫോർ ദ ഓർഗനൈസേഷണൽ പ്രോഗ്രസ്. ഓർഗനൈസേഷണൽ പ്രോഗ്രസിന് വേണ്ടിയിട്ടും വേരിയസ് ഫംഗ്ഷൻസ് വേണ്ടിയിട്ടുള്ള കോമ്പറ്റൻസീസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാനേജറൽ ഫംഗ്ഷൻസും ലീഡർഷിപ്പ് ആയിട്ടുള്ള എബിലിറ്റീസും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പം ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്തിനാണ്? നമ്മൾ മാനേജറൽ ഫംഗ്ഷൻസും ലീഡർഷിപ്പ് എബിലിറ്റീസും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും നോളജിനെ ട്രെയിൻ ചെയ്യുകയാണ്. കറണ്ട് നീഡ്സ് ഓഫ് സൊസൈറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേണിംഗ് ചെയ്യാനാണ്. ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് നെസസറി ടു അപ്ഗ്രേഡ് സ്കിൽസ് ആർ ഗിവൺ ടു ദ നഴ്സ്. ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് is given to develop competencies and skills of the employee in organizing conferences and workshop.
നമ്മൾ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തേണ്ട വേരിയസ് മെത്തേഡ്സ് പഠിക്കും അല്ലേ, കോൺഫറൻസസ്, വർക്ക്ഷോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നടത്താനുള്ള സ്കിൽസും കോമ്പീറ്റൻസീസും ഒക്കെ നമ്മളിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് നടത്തുന്നത്. അത് നമുക്കൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വേരിയസ് ആയിട്ടുള്ള റിപ്പോർട്ട്സും നഴ്സിംഗ് കെയർ പ്ലാനും ഒക്കെ എഴുതാൻ വേണ്ടി നമുക്കൊരു കഴിവുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റിന്റെ കഴിവ്, ലീഡർഷിപ്പിന്റെ മാനേജ്മെന്റിന്റെ കോമ്പിറ്റൻസി ഡീസെൻട്രലൈസേഷൻ ചെയ്യണം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അനുസരിച്ച് നടത്തണം. പിന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യും. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും വർക്ക് ഈക്വലി അല്ലെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് ഷെയർ ചെയ്യുന്നതിനാണ് വിളിക്കുന്നതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ എംപ്ലോയീസിൽ ഒരു നല്ല മുറയിൽ നമുക്ക് ഫോസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ടേൺ ഓവർ ഇൻ ടോപ്പ് പൊസിഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ, ടോപ്പ് പൊസിഷൻ ഓഫ് ഓർഗനൈസേഷനിലുള്ള ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റും. ഇതാണ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജറൽ ആൻഡ് ലീഡർഷിപ്പ് എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ഓർഗനൈസ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും, വർക്ക്ഷോപ്പും അതുപോലെ തന്നെ സെമിനാർ, കോൺഫറൻസ് ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുക. പിന്നെ സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യാനും അവരുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനും മെയിനായിട്ട് ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. അതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീസെൻട്രലൈസേഷൻ ചെയ്യാൻ പറ്റും, പിന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നടക്കും, മൊറയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് ഞാൻ വേറെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടിൽ നൗ വി ഡിസ്കസ് അബൌട്ട് ഇൻ സർവീസ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. ഡെഫിനിഷൻ പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ടു ബി നോട്ട്, പ്രിൻസിപ്പിൾസ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റെപ്സ് പറഞ്ഞു അല്ലേ. സ്റ്റെപ്സ് പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് പറഞ്ഞു. സ്ട്രാറ്റജീസിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞത്? ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞു. സ്ട്രാറ്റജീസിന് ശേഷം നമ്മൾ എന്താണ് പറഞ്ഞത്? സ്ട്രാറ്റജീസിന് ശേഷം നമ്മൾ പ്ലാൻ ആസ് എ നേഴ്സ് മാനേജർ നമ്മുടെ റോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ വാട്ട് ആർ ദ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് പറഞ്ഞു. നെക്സ്റ്റ് അത് ടൈപ്സ് പറഞ്ഞു. ടൈപ്സിനകത്ത് കണ്ടിന്യൂസ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താണ് നഴ്സിംഗ് ഒരു കരിയറിനകത്ത് നിൽക്കുവാണ്, അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകുന്നതാണ് കണ്ടിന്യൂസ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്നെങ്കിൽ ജോബിൻ്റെ കൂടെ തന്നെ പഠിക്കും, അല്ലെങ്കിൽ ജോബിൽ നിന്ന് മാറി നിന്ന് നമുക്ക് വേറെ പഠിക്കാൻ പറ്റും. അതാണ് CNE എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.